സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാണോ എല്ലാവർക്കും സുഖല്ലേ മക്കളെ? അടിപൊളിയായിട്ട് പഠിക്കണം. ഇതാ നോക്കൂ, 10th പ്രിലിംസിന് വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സിന്റെ കിടുക്കാച്ചി ഫൈനൽ റിവിഷൻ ക്ലാസ്സുകൾ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ്. ഇതെന്ന് പറഞ്ഞാൽ നോബൽ സമ്മാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോബൽ സമ്മാനമൊക്കെ നല്ല അടിപൊളി രസകരമായ കോഡ്, തമാശയൊക്കെ നിറഞ്ഞ ചില കോഡുകളൊക്കെ നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു ടെലഗ്രാമിലൂടെയൊക്കെ. അത് വേണമെങ്കിൽ നിങ്ങൾക്കും ഇവിടെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ സാഹിത്യ പുരസ്കാരങ്ങൾ, പ്രധാനപ്പെട്ട എല്ലാ സാഹിത്യ പുരസ്കാരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. എല്ലാം നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണേ. 2025 നോബൽ സമ്മാനം പഠിക്കാം. അപ്പൊ ക്ലാസ്സുകൾ ഇതൊക്കെ ഓൾറെഡി കോഡൊക്കെ ആക്കി പഠിച്ചവരൊക്കെ ഉണ്ടാവും. കാരണം വർഷങ്ങളായിട്ട് PSC പഠിക്കുന്നവരായിരിക്കും. അവരെന്ത് ചെയ്യണ്ട, ഇത് കാണണ്ട, അവസാന ഭാഗം കണ്ടാൽ മതി. നോബൽ സമ്മാനമൊക്കെ പഠിച്ചവരുണ്ടെങ്കിൽ ഇനി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. നമുക്ക് നോബൽ സമ്മാനത്തിന്റെ കാറ്റഗറികൾ ഓരോ നോക്കാം. വൈദ്യശാസ്ത്രമാണ് ആദ്യം. വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു രസകരമായ ചിന്ത. മേരി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. ഇവിടെ കാണാൻ ഫോട്ടോയിൽ നിങ്ങൾക്ക് അവരല്ല വേറെ ആരെങ്കിലും ഒരാള്. അതുപോലെ തന്നെ റാം എന്ന് പറയുന്നൊരു ചങ്ങാതിണ്ട്. റാമിന് ഒരു മലയാളിയാണല്ലോ രാമനെ റാം എന്നൊക്കെ വിളിക്കാൻ നോക്കെ. റാം ഒരു ഡെല്ലിന്റെ കമ്പനി, ഡെൽ എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറിന്റെ കമ്പനിയാണ്. റാം ഡെല്ലിന്റെ ഒരു കമ്പനിക്ക് ജോലി കിട്ടുന്നു, അമേരിക്കയിൽ പോകുന്നു. ഞാൻ ഈ പറയുന്ന സമയത്ത് വൈദ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് റാം എന്നൊരു ചെറുപ്പക്കാരൻ നോബൽ സമ്മാനമാണ് പഠിക്കുന്നത്. അദ്ദേഹം ഡെല്ലിന്റെ കമ്പനിയിൽ ജോലി കിട്ടിയിട്ട് അമേരിക്കയിൽ പോകുന്നു. അവിടെ വെച്ചിട്ട് അദ്ദേഹം മേരി എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയാണ്. സാറേ ഇങ്ങനെയൊക്കെ ആലോചിക്കണമെന്ന് ചിന്തിക്കേണ്ട. വൈദ്യശാസ്ത്രം നിങ്ങൾക്ക് കിട്ടും. രാം ഡെല്ലിന്റെ കമ്പനിക്ക് അമേരിക്കയിൽ പോകുന്നു. അവിടെ വെച്ച് മേരിയെ ഇഷ്ടപ്പെടുന്നു. മേരിക്ക് ഇദ്ദേഹം ഒരു സമ്മാനം കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിക്ക് പല സമ്മാനങ്ങൾ നിങ്ങൾക്ക് ഇടണം. ഇവിടെ കൊടുക്കുന്നത് ഒരു ബ്രായാണ്. ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയുമായി ബന്ധപ്പെട്ട്, എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി കിട്ടാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ചില ഡ്രസ്സുകളൊക്കെ ധരിച്ചാൽ ചില ഇമ്മ്യൂണിറ്റി കൂടുന്നൊക്കെ ആലോചിക്കാം. അപ്പൊ മേരിക്ക് ഒരു ബ്രാ കൊടുക്കുന്നു. മേരി അമേരിക്കക്കാരി തന്നെയാണ്. അവർക്ക് എന്താണ് കൊടുക്കുന്നത്? ഈ പറയുന്ന ഒരു ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിന് വേണ്ടിയിട്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ കിട്ടി. റാംസ് ഡെൽ അമേരിക്ക, മേരി ഇ ബ്രാങ്കോ, ബ്രാങ്കോ അമേരിക്ക, രണ്ട് പേര് കിട്ടി. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം നാട്ടില്, ഇദ്ദേഹത്തിന്റെ ചേച്ചിയുടെ മകൻ തൊട്ടടുത്തുണ്ട്. അവൻ ആളൊരു ജപ്പാനാണ്. ഈ ചെക്കനും അമേരിക്കയിലുണ്ട്. നോക്കൂ, അമേരിക്കയിൽ ജപ്പാനാണ് ആളൊരു ജപ്പാനാണേ. ഈ ജപ്പാനായ ചേച്ചിയുടെ മോൻ എന്ന് വെച്ചാൽ ഷീ മോൻ, ആ ചേച്ചിയുടെ മോന് ഇതങ്ങോട്ട് സഹിച്ചില്ല. മലയാളിയാണല്ലോ. അമേരിക്കയിൽ പോകുന്നു. രാം ഡെല്ലിന്റെ കമ്പനിയിൽ മേരിയെ ഇഷ്ടപ്പെടുന്നു. മേരിക്ക് ഒരു നല്ല ഗിഫ്റ്റായ ഒരു ബ്രായൊക്കെ കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നമ്മുടെ അസൂയക്കാരായ കുടുംബക്കാർക്കും നാട്ടുകാർക്കും, നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ നിങ്ങളെ ചില നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും അല്ലെ, സഹിക്കാത്തവര്. അങ്ങനെ ആലോചിക്കുക. അപ്പൊ ഷീമോൻ സഖാഗുച്ചി, സഖാവല്ല സഹിച്ചില്ല, സഹിച്ചില്ല. ഷീമോനെ സഖാഗുച്ചി സഹിച്ചില്ല. മേരിയോട് രാമന് ഒരു ഇഷ്ടമുണ്ട്. അപ്പോൾ അത് കൊടുത്തപ്പോൾ ഷീമോൻ സഖാഗുച്ചി അവന് സഹിച്ചില്ല. സെറ്റ്. എന്താണ്? പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ് ആണ്. അപ്പൊ നമുക്ക് അവിടെ ചില എക്സ്ട്രാ ഫാക്ട് ഒക്കെ ഉണ്ട്. നിങ്ങൾ PDF വായിച്ചു നോക്കുക. PDF ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ കൊടുക്കും. ടെലഗ്രാം ചാനൽ സ്ട്രൈക്കർ PSC സെർച്ച് ചെയ്യുക. നമ്മുടെ ആപ്ലിക്കേഷനിൽ കയറിയാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് PDF ഒക്കെ കിട്ടും. സ്ട്രൈക്കർ PS എന്ന ആപ്പിനകത്തും ഫ്രീ കിട്ടും. എന്നാൽ നിങ്ങൾ ടെലഗ്രാമിൽ വരിക. നമ്മുടെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റിൽ എന്തുണ്ടാവും? സ്ട്രൈക്കർ PSCയുടെ ലിങ്ക് ഉണ്ടാവും കേട്ടോ. ഈ കണ്ടെത്തലുകൾ, അതായത് ക്യാൻസർ, സ്വയം പ്രതിരോധ രോഗങ്ങള്, അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഇതൊക്കെയുള്ള ചികിത്സാ രീതിയാണ് ഈ പറയുന്ന കാര്യം. രോഗപ്രതിരോധ സംവിധാനത്തിന്റെ സുരക്ഷാ ഭടന്മാരായ റെഗുലേറ്ററി T കോശങ്ങളെ നോക്കൂ, ഇവർ തിരിച്ചറിഞ്ഞൊരു പുതിയ ഗവേഷണ മേഖലയ്ക്ക് അടിത്തറയിട്ടു എന്ന കാര്യം കൂടി ഓർത്തു വെച്ചേക്കണം. അപ്പൊ T കോശങ്ങൾ ഈ പറയുന്ന മേരിക്ക് കൊടുത്ത ആ ഒരു പ്രത്യേക അല്ലെ രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട ബ്രായെ കുറിച്ച് നമ്മൾ മനസ്സിൽ വരുമ്പോൾ T കോശങ്ങൾ ആലോചിക്കുക കേട്ടോ. T കോശങ്ങളാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഇനി സാഹിത്യത്തിലേക്ക് പോകാം. സാഹിത്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രണയമാണ്. എല്ലാം നമുക്ക് പ്രണയത്തിലൂടെ പോകാം. എഴുത്താണ് അല്ലെ സാഹിത്യം. പ്രണയലേഖനം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ആലോചിക്കുക, വളരെ ഭയങ്കരമായ ഒരു ഹംഗ്രി എന്ന് ആലോചിക്കുക. ഹംഗ്രിയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നല്ലൊരു സാത്താൻ. ഇതാ കണ്ടോ നിങ്ങൾ? ഇദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതൊരു സിനിമയിലുണ്ടല്ലോ, നമ്മുടെ ഇൻ ഹരിഹർ എന്ന് കണ്ട ഒരു സിനിമയില് നെടുമുടി വീണത് ഇങ്ങനെ മുടിയൊക്കെ ഇട്ട് പേടിപ്പിക്കുന്നത്, എനിക്ക് പെട്ടെന്ന് കണ്ടപ്പം അങ്ങനത്തെ ഒരു സാത്താൻ ഫീലാ. സാത്താൻ ടാങ്കോ, സാത്താൻ. അപ്പൊ ഈ സാത്താന്റെ രൂപമുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ കാമുകിയുണ്ട്. അപ്പൊ കാമുകി എന്ത് കളിക്കാണ്? അങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന സമയമല്ലേ, ഇപ്പം ലോകകപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കാം. അപ്പൊ ഫുട്ബോൾ കളിക്കുക, എന്തൊരു കളി കളിക്കാം.
അപ്പൊ ആലോചിക്കുക, അദ്ദേഹം അവൾക്ക് വേണ്ടി ഒരു കൃതി എഴുതുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രേമലേഖനം എഴുതുകയാണ്. കൃതിയല്ല, പ്രേമലേഖനം. അപ്പൊ ലാസ്റ്റ് അദ്ദേഹം ഭയങ്കര ഹംഗ്രിയിലാണ്. അങ്ങനെ ആലോചിക്കുക, ഹംഗ്രി എന്നുള്ളത് ഹാംഗ്രി അല്ല, ആ ഒരു ഇതിനകത്ത് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ പറയുന്ന കാമുകിക്ക് വേഗം തീർന്നിട്ട് പോകണം. അപ്പൊ ലാസ്റ്റ് അദ്ദേഹം ഒരു ലെറ്റർ എഴുതുകയാണ്. അപ്പൊ സാഹിത്യം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഈ ക്രഷുള്ള കുട്ടീനോട്, കാമുകി എന്ന് പറഞ്ഞ ക്രഷിന് വേണ്ടിയിട്ട് കൈകൊണ്ട് എഴുതുകയാണ്. ലാസ്റ്റ് ക്രഷിന് വേണ്ടിയിട്ട് കൈകൊണ്ട് എഴുതുകയാണ്. ലാസ്ലോ ക്രസിനോറോക്കായി എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ വായിക്കുമ്പം. ലാസ്ലോ ക്രാസ്റ്റനോഹോർക്കായി കേട്ടോ എന്നാണ് ഓർത്തുകൊണ്ട് കൈകൊണ്ട് എഴുതിയെന്നോ എന്തെങ്കിലും പഠിക്കുക. ലാസ്റ്റ് ക്രഷിന് വേണ്ടിയിട്ട് ക്രസ്ന കൈകൊണ്ട് എഴുതുന്നു. ക്രസ്നഹോർക്കായി. നിങ്ങൾക്ക് പരീക്ഷ ഹാളെന്ന് ഈ കഥ ജസ്റ്റ് മനസ്സിൽ വന്നാൽ ഓപ്ഷൻ കാണുമ്പോൾ പെട്ടെന്ന് എഴുതാൻ പറ്റും. ലാസ്ലോ ക്രസ്റ്റനോഹോർക്കായി. സാഹിത്യം അല്ലേ, ഇദ്ദേഹത്തിന്റെ ഈ ഹംഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഹംഗറി എന്ന രാജ്യം, ഇദ്ദേഹത്തിന്റെ നോവലാണ് സാത്താൻ. ഇദ്ദേഹത്തിന്റെ ക്രഷിന് എഴുതുന്ന, ക്രഷ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ ക്രഷിനോട് പറയാണ്, ഡേ മെല്ലക്കളി, റെസിസ്റ്റ് ചെയ്ത് കളിക്കി അല്ലെ. ഇപ്പൊ നല്ല ബാക്ക് ഒക്കെ വേണം, ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ നല്ല പ്രതിരോധം അല്ലെ, ഈ പറയുന്ന ഫോർവേഡ് ഒക്കെ വരുന്ന സമയത്ത് എതിർ ടീമിനെ റെസിസ്റ്റ് ചെയ്യണം കളിക്കുക. ഡേ മെല്ലങ്കളി, ദ മെലങ്കലി ഓഫ് റെസിസ്റ്റൻസ്, ദ ലാസ്റ്റ് വൂൾഫ്, ദ വേൾഡ് ഗോസ് ഓൺ അല്ലെ. അദ്ദേഹം ആ ലാസ്റ്റ് ക്രഷിന് വേണ്ടിയിട്ട് എഴുതുന്നു കൈകൊണ്ട്, എന്നിട്ട് അദ്ദേഹം പോകുന്നു. ദ മെലങ്കലി ഓഫ് റെസിസ്റ്റൻസ്, ദി ലാസ്റ്റ് വൂൾഫ്, ദി വേൾഡ് ഗോസ് ഓൺ. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ കൃതികളാണ്. ബൈ ഹാർട്ട് പഠിക്കുക 3 കൃതികളല്ല, 4 അവിടെ കൊടുത്തിട്ടുണ്ട്. സാത്താൻ ടാങ്കോ എന്ന കൃതി 2015 മാൻ ബുക്കർ ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയ കൃതി കൂടിയാണ്. 1913 രാജാ ഹരിശ്ചന്ദ്രയൊക്കെ പുറത്തിറങ്ങിയ വർഷമാണ് 1913 അല്ലെ. 1913 രവീന്ദ്രനാഥ് ടാഗോർ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കിട്ടുന്നത് അദ്ദേഹത്തിന് ഗീതാഞ്ജലിക്കായിരുന്നു. എന്നാൽ 2025 ഈ പറയുന്ന സാഹിത്യ നോവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയൊരു പോയിന്റ് ഉണ്ട്. സാഹിത്യത്തിനുള്ള ഈ നോബൽ പുരസ്കാരത്തിന് 2025 മത്സരത്തില് ഇന്ത്യൻ നോവലിസ്റ്റായ അമിതാവ് ഘോഷും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് കെമിസ്ട്രിയിലേക്ക് പോകാം. നമ്മൾ 2 പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാ പഠിച്ചത്? വൈദ്യശാസ്ത്രം അത് പഠിച്ചു അല്ലെ. 3 കാര്യം ആലോചിക്കുക. രാമൻ മേരിയെ കാണാൻ പോകുന്നതു, അപ്പൊ എന്താണ്, ഷീമോന് സുഖിച്ചില്ല. വൈദ്യശാസ്ത്രം. സാഹിത്യം വരുന്ന സമയത്ത് ലാസ്ലോ എന്നുള്ളത് നമുക്ക് എന്താക്കാം, ലാസ്റ്റ് ക്രഷിന് വേണ്ടി കൈകൊണ്ട് എഴുതി. സാഹിത്യം ലാസ്റ്റ് ക്രഷിന് കൈ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കെമിസ്ട്രി. ഒരു കെമിസ്ട്രിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ 2 പ്രണയത്തെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിൽ ഇനി ഒരു കെമിസ്ട്രിയാണ്. ഒരു അമ്മയും മകനും തമ്മിലുള്ള കെമിസ്ട്രി എങ്ങനെ ഉണ്ടാവും നോക്കൂ. ഒരു ചെക്കൻ, റിച്ചായ ഒരു ചെക്കൻ, ഞാനോ നിങ്ങളോ ആരോ ആയിക്കോട്ടെ, അദ്ദേഹം വളരെ റിച്ചാണ്. റിച്ച് എങ്ങനെയാണ്? അദ്ദേഹം ഈ പറയുന്ന UK പോയിട്ട് റിച്ച് ആയത് കേട്ടോ. അങ്ങനെ UK റിച്ചായ ഒരു ചെറുപ്പക്കാരൻ വരികയാണ്, നാട്ടിലെ എയർപോർട്ടിൽ എത്തുകയാണ്. ആലോചിച്ചൊക്കെ, കെമിസ്ട്രിയാണ് പറയുന്നത്. ഒരു എയർപോർട്ട് 2025 കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ റിച്ചായി UK റിച്ചായ ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. റിച്ച് UK വരികയാണ് എയർപോർട്ടിൽ. അപ്പൊ അവിടെ ജോറായിട്ട്, ഞങ്ങളുടെ നാടൻ ഭാഷയാണ്, നിങ്ങൾ ജോർ എന്ന് പറയല്ലോ, മലബാറിലൊക്കെ ജോറായിട്ട് ഭയങ്കര തിരക്കായിട്ട് ഒരു ഉമ്മ ഇങ്ങനെ യാചിക്കുകയാണ്. ഒരു ഉമ്മ യാചിക്കുന്നു ജോറായിട്ട്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ വരികയാണ്, റിച്ച് ആണല്ലോ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ആ ഉമ്മക്ക് എന്ത് ചെയ്യാണ്, താൻ കൊണ്ടുവന്ന സാധനങ്ങൾക്കകത്ത് ഒരു മെറ്റലിന്റെ ഒരു ചട്ടക്കൂടുള്ള ഒരു ഫ്രെയിമുള്ള, ഒരു മെറ്റൽ ഫ്രെയിം വർക്കുള്ള ഒരു ബോക്സ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഉമ്മ സുഖമായി ഈ കിറ്റ് നിങ്ങൾ വെച്ചോളൂ, ഇത് ഞാൻ ജപ്പാനിൽ കൊണ്ടുവന്നതാണ്. ആലോചിച്ച് നോക്കൂ. ഈ ചെറുപ്പക്കാരൻ UK നിന്നും റിച്ചായ ചെറുപ്പക്കാരൻ വരുന്നു. നേരത്തെ നിങ്ങൾ പഠിച്ച വൈദ്യശാസ്ത്രത്തിലും ചെക്കൻ ജപ്പാനാന്ന് പറഞ്ഞു അല്ലേ. ഷിമോൻ എന്ന് പറഞ്ഞ ഷിമോൻ എന്നുള്ളത് ആലോചിക്കുക. അതുപോലെ ഈ ഉമ്മാക്ക് കൊടുക്കുകയാണ്, ഉമ്മ സുഖമായിരിക്കൂ, ഈ കിറ്റ് വെക്കൂ. നമ്മുടെ പ്രളയത്തെ സമയത്ത് കിറ്റ് കൊടുത്തില്ല, അതുപോലെ ഒരു കിറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് ജപ്പാനിൽ കൊണ്ടുവന്ന കിറ്റാണ്, സൂക്ഷിക്കണം. ഇത് മക്കളെ ഞാൻ രാജ്യം പഠിപ്പിക്കാനാണ് ഈ കഥ ഇങ്ങനെ പറയുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു പോയാൽ മതി കേട്ടല്ലോ. അപ്പൊ റിച്ച് UK വരുന്നു, റിച്ചാർഡ് റോബ്സൺ. ഇതൊക്കെ ഞാൻ ഈ പറയുന്ന രാജ്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ചിലപ്പോൾ പഠിച്ചപ്പോൾ മാറ്റം ഉണ്ടാവും. ഇവരുടെ ജന്മ രാഷ്ട്രങ്ങളാണ് പറയുന്നത്. ഇവരുടെ ജനനമായി ബന്ധപ്പെട്ട ഇവർ ഏത് രാജ്യത്താണ് ജനിച്ചതെന്നാണ് പറയുന്നത് കേട്ടോ. ഇവരിപ്പോ ഒരു പക്ഷെ വർക്ക് ചെയ്യുന്ന വേറെ രാജ്യത്തായിരിക്കും. റിച്ചാർഡ് റോബ്സൺ UK ജനിക്കുന്നത്. ഒമർ എം യാക്കി ജോർദാൻ. ഉമ്മ യാചിക്കുന്നു, ഒമർ യാചിക്കുന്നു. ഒമർ ജോറിൽ വരുന്നു, ഉമ്മ യാചിക്കുന്നു. UK റിച്ചായ മകൻ ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, തന്റെ സുഖമായിരിക്കൂ എന്ന് പറഞ്ഞ് കിറ്റ് കൊടുക്കുന്നു. കിറ്റ് കാവോ
സുസുമാ കിറ്റുകാവ, സുഖമാണോ കിറ്റു കൊടുക്കുന്നോ എന്നിട്ട് പറയുന്നു. ജപ്പാനിൽ കൊണ്ടുവന്ന ഒരുപാട് നല്ല നല്ല സാധനം കണ്ട് ഉമ്മ ഉപയോഗിച്ചോ എന്ന് പറയാം കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കൂ, ലോഹ ഓർഗാനിക് ചട്ടക്കൂടുകൾ അഥവാ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ, അതാണ് ആ കിറ്റിനകത്തുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക PDF. സമാധാനം നിങ്ങൾ വായിക്കുക. വെനസ്വേല എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. ആ രാജ്യം ഈ അടുത്ത് വലിയ വിവാദത്തിലൊക്കെ, കാരണം അമേരിക്കൻ പ്രസിഡന്റ് പോയിട്ട് ഇടപെടുന്നുണ്ടല്ലേ വെനസ്വേലയിൽ. ഇപ്പൊ വെനസ്വേലയിൽ നിക്കോളസ് മഡൂറോയൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് സമാധാനം കിട്ടാൻ, ഞാൻ എന്റെ കെട്ടിയോട് പറയുന്ന പോലെ നിങ്ങൾ ചിന്തിച്ചോളൂ. മരിക്കാനായില്ലേ, കുറച്ചെങ്കിലും സൗകര്യം കൊണ്ട് ഞാൻ അച്ഛന്റെ മോളങ്ങാൻ പോയി കിടക്കണോ? ഇവിടുന്ന് വീട്ടിൽ കിടക്കാൻ ഒരു സൗകര്യമല്ല ഡോ പെണ്ണേ എന്ന് പറയാ. മരിക്കാനായില്ലേ, നിങ്ങൾ വേണമെങ്കിൽ ചെക്കരോട് പറഞ്ഞോട്ടോ, മരിക്കാനായി കുറച്ച് സൗകര്യം കൊണ്ട് ഞാൻ അച്ഛന്റെ മോൾ കയറട്ടെ. മരിയ എന്ന് വേണ്ട, മരിക്കാനായി എന്ന് പറഞ്ഞാൽ ഈ കെട്ടിയോട് സമാധാനം തരൂ ഇങ്ങിച്ചിരി അല്ലെ. മരിക്കാനായില്ലേ, കുറച്ചെങ്കിലും സമാധാനം തരൂ വെച്ച്. ഞാൻ അച്ഛന്റെ മോള് കയറണോ? മച്ചടോ വെനസ്വേല. നോക്കൂ, മേഡത്തിനെ പഠിക്കുക. മേഡവുമായി ബന്ധപ്പെട്ട് അവരവിടെ നടത്തിയ ജനാധിപത്യ സമാധാനപരമായ മുന്നേറ്റങ്ങൾ, അവിടുത്തെ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതാണ് ഇവർക്ക് സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കുന്നത്. ബുള്ളറ്റുകൾക്ക് മുകളിൽ ബാലറ്റുകൾ കേട്ടോ എന്ന ആശയം ഇവർ ഉയർത്തിപ്പിടിച്ചു. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട സംഘടന, അവർ തെരുവിലെ ഈ പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അഥേന ഫൗണ്ടേഷൻ, എന്താണ് അഥേന അല്ല കേട്ടോ, അഥേന ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് പോകാം. നമ്മളിപ്പോ പ്രധാനപ്പെട്ടതൊക്കെ പഠിച്ചു കേട്ടോ. പൈസ എന്ന് കേൾക്കുമ്പോൾ മറ്റൊരു കഥ ഞാൻ പറയാം. സാമ്പത്തികം 2025 നോക്കൂ, ഒരു ലാൻഡ്, ഒരു നെൽവയലുള്ള ലാൻഡ് അങ്ങനെ ജോളിയായി ജീവിക്കാൻ വേണ്ടി മോക്ക് കൊടുക്കുകയാണ്. ഒരു കുടുംബം അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒരു നെൽവയലുള്ള ലാൻഡ് ജോളിയായിരിക്കാൻ മോക്ക് കൊടുക്കുകയാണ്. എന്നാൽ ഈ മോൾ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ ഈ 2K ജെൻസി കിഡ് ആയിക്കോട്ടെ, മോൾ എന്ത് ചെയ്യും? ഫ്രാൻസ് പോയിട്ട് ഇവർക്ക് സിനിമ കാണണം. നമ്മൾ ഈഫൽ ടവർ ഒക്കെ അല്ലേ, അപ്പൊ ഫ്രാൻസിൽ പോയിട്ട് ഇവർക്ക് സിനിമ കാണണം. നോക്കൂ, ഒരു നെല്ലിന്റെ ലാൻഡ് ജോളിയായിരിക്കാൻ വേണ്ടി മോക്ക് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ പൈസയാണല്ലോ സാമ്പത്തികം. അപ്പൊ നല്ല പൈസ ഉള്ള അച്ഛനമ്മയും വലിയൊരു നെല്ലിന്റെ ലാൻഡ് ജോളിയായിരിക്കാൻ വേണ്ടി മോക്ക് കൊടുക്കണം. മോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ മോൾ എന്ത് ചെയ്യും? ഫ്രാൻസിൽ പോയി ഫിലിം കാണാൻ വേണ്ടി ഈ മോള് അവിടെ ഒരു വലിയ പീറ്റത്തെങ്ങ് ഉണ്ടായിരുന്നു. ആ പീറ്റത്തെങ്ങുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അത് വിൽക്കാൻ വേണ്ടി ഇവള് നടക്കുകയാണ്. ഇവളിങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു കാൻ ഉണ്ടായിരുന്നു. അവൾ അതിനകത്ത് വീണു. അപ്പൊ പീറ്റത്തെങ്ങ് നോക്കി ഇവളിങ്ങനെ മുകളിലോട്ട് നോക്കി ഇങ്ങനെ നടക്കുക. പീറ്റത്തെങ്ങ് എന്ന് പറഞ്ഞാൽ തെങ്ങിന്റെ മണ്ടയിലൊന്നുമില്ല, പീറ്റത്തെങ്ങ്. അങ്ങനെ ഒരു തെങ്ങ് ഉണ്ടായിരുന്നു, അവിടെ വിൽക്കാൻ വേണ്ടി പോവള്. അപ്പൊ അത് നോക്കി നടന്നപ്പോൾ ഇവള് ആ കാനയിൽ വീണു. ഇതാണ് കഥ. വലിയ സാമ്പത്തിക നഷ്ടമല്ലേ? ഒരാവശ്യമില്ലായിരുന്നു. ആ നെല്ലും സ്ഥലമൊക്കെ നോക്കി അവൾക്ക് അവിടെ ഇരുന്നാൽ മതിയായിരുന്നു. ഇതാണ് സാമ്പത്തികം എന്ന് കേൾക്കുമ്പോൾ ജോയൽ മോക്കിർ ജോളിയായിരിക്കാൻ വേണ്ടി മോക്ക്, നെല്ലിന്റെ ലാൻഡ്, നെതർലാൻഡ് രാജ്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ജോയൽ മോക്കിർ, നെല്ലിന്റെ ലാൻഡ്, നെതർലാൻഡ്. ഫിലിം കാണാൻ വേണ്ടി ഫ്രാൻസ് പോവുകയാണ്. ഫിലിപ്പ് കാണാൻ വേണ്ടി ഓണാകാൻ വേണ്ടി ഫ്രാൻസിൽ പോകുന്നു. എങ്ങനെ അവൾ എന്ത് ചെയ്യുന്നു? അവൾ അവിടെ ഇങ്ങനെ സ്ഥലം നോക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഒരു പീറ്റത്തെങ്ങ് നോക്കുമ്പോൾ ആ വിറ്റ സ്ഥലം, ആ വിൽക്കുന്ന സ്ഥലത്ത് അല്ലെ പീറ്റർ ഹൗ വിറ്റു. അപ്പൊ അവള് കാനയിൽ വീണു. ആ പീറ്റത്തെങ്ങ് നോക്കി നാങ്ങുമ്പോ ഇത് വിറ്റു പോയല്ലോ, അല്ല കാനയിൽ വീണു, എല്ലാം നഷ്ടായി. പീറ്റത്തെങ്ങ് ഹൗ വിറ്റുപോയി കാനയിൽ വീണോ. പീറ്റത്തെങ്ങ് ഹൗ വിറ്റുപോയി, പീറ്റർ ഹൗ വിറ്റ് കാനയിൽ വീണോ. വല്ലാത്തൊരു കഥയല്ലേ? നിങ്ങൾ എന്നെ ചീത്തയൊന്നും പറയണ്ട. നിങ്ങളെ പല അധ്യാപകരും യൂട്യൂബിൽ കിടലെടുത്ത് പഠിപ്പിച്ചിട്ടുണ്ടാവും. ആ കോഡ് പഠിച്ചവര് ചീത്തെന്ന് പറയണേ. ഞാൻ ചുമ്മാ തട്ടിക്കൂടിയ കോഡാണ്. ഇനി ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയണേ, ഒരു ലൈക്കും. കാരണം ഇതൊരു സർഗാത്മക ചിന്തകളാണെന്ന് ആലോചിക്കുക കേട്ടോ. തിയറി ഓഫ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. മക്കളെ, ഇത് ഓൾറെഡി നമ്മൾ രസകരമായിട്ട് നമ്മുടെ പിള്ളേരെ ലൈവിൽ പഠിപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടവർക്ക് സർഗാത്മക വിനാശം ആലോചിച്ച് വെക്കുക. ഇവരുടെ എന്താണ് ഇവിടെ കൺസെപ്റ്റ്? ചരിത്രപരമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ജോയൽ മോക്കിയറിന് കിട്ടുന്നത്. മറ്റു രണ്ടുപേരുടെയും സർഗാത്മക വിനാശം, നിങ്ങളതൊക്കെ വായിച്ചു പഠിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, സാമ്പത്തികത്തിൽ അവാർഡ് കിട്ടിയത് 3 പേർക്കാണ്. ഈ പ്രാവശ്യം ഒരു പ്രത്യേകതയുണ്ട്. ഈ മോക്ക് നെല്ലിന്റെ ലാൻഡ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവൾക്ക് അത്യാവശ്യം റിച്ച് ആയിരിക്കും. നമുക്ക് കിട്ടുന്ന പൈസ, സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടുന്ന സമ്മാനത്തുകൂടെ പകുതി, 3 പേർക്ക് ശരിക്കും 3 വീതിക്കല്ല, പകുതി കിട്ടുന്നത് ജോയൽ മോക്കിയറിനാണ്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ബാക്കി പകുതി ഇവർക്ക് 2 പേർക്കും കൂടിയും വീതിച്ച് കിട്ടുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഫിസിക്സ് ആണ്. ഏറ്റവും അവസാനം ഫിസിക്സ് ആണ്. അതോടുകൂടി കഴിഞ്ഞു. ഫിസിക്സ് എന്ന് കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. ഒരു രസകരമായി വേണമെങ്കിൽ ആലോചിക്കാം. UK-ലൊക്കെ ഒരു ജോലിയുള്ള ചങ്ങാതി അതൊക്കെ ഒഴിവാക്കി ക്ലർക്ക് ജോലി കിട്ടിയപ്പോൾ ഇങ്ങോട്ട് വരികയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ LD ക്ലർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു വേറെ എന്തെങ്കിലും ജോലി പ്രൈവറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഫിസിക്സ് ആണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു ഫിസിക്സ് വല്ലാത്തൊരു ഫിസിക്സാണ്, ഭൗതിക ശാസ്ത്രം.
UK ജോലിയൊക്കെ ഒഴിവാക്കി ക്ലർക്കായി ഇവിടെ നിൽക്കുക. പക്ഷെ അയാൾക്ക് പുറത്തേക്ക് പോകണം ആഗ്രഹമുണ്ട്. അപ്പൊ ഇയാൾ ഭാര്യ ഇവിടെ ഉണ്ട്, ക്ലർക്കായിട്ട് ജോലി ചെയ്യാണ്. ഒരു ദിവസം ഭാര്യനെ എന്ത് ചെയ്യാണ്, ഭാര്യനെ ഇയാൾ മാർട്ടിൽ വിടുകയാണ്. നോക്കൂ, UK ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് വിദേശത്ത് ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരൻ ക്ലർക്കിന്റെ ജോലിയുടെ ഇവിടെ നിൽക്കുകയാണ്. ക്ലർക്കിന്റെ ജോലിയുടെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇയാള് ഒരു അമേരിക്കൻ, ഇപ്പൊ നമ്മള് ഡേ മാർട്ട് നമ്മൾ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളിലെ ഒരു അമേരിക്കൻ ബേസ്ഡ് ഒരു മാർട്ടിലേക്ക് ഇയാൾ ഭാര്യനെ വിടുകയാണ്. ഇയാൾ ഫുള്ള് വിദേശത്തിന്റെ ഒരു സെറ്റപ്പ് ലാങ്ങയാ. UK ജീവിച്ചു, അവിടെ ജീവിക്കാൻ ഇഷ്ടമായിരുന്നു. അവസാനം അതൊക്കെ ഒഴിവാക്കി ക്ലർക്കായി നിൽക്കുകയാണ്. ഇപ്പൊ വൈഫിനെ ഒരു മാർട്ടിലേക്ക് വിടുകയാണ്, അമേരിക്കൻ കമ്പനിയായ ഒരു മാർട്ടിലേക്ക് വിടുകയാണ് കേട്ടോ. അവിടെ പോയിട്ട് എന്താ വാങ്ങാൻ പറയും, അവളോട് പറയും മോളെ നീ കുറച്ച് കോണ്ടം വാങ്ങണം എന്ന് പറയും. ഭാര്യ ഭർത്താവാണല്ലോ, കോണ്ടം വാങ്ങാൻ വിടും. ആ സമയത്ത് ഇവർക്ക് ഇത് കുറവായി, ഒന്നും പറ്റൂല, ഇയാളൊരു വിദേശ ചിന്ത, അവളിത് വാങ്ങില്ല. അവള് വാങ്ങാത്തുണ്ട്. വരുന്ന സമയത്ത് ഈ ചങ്ങായി ഇയാളോട് ദേഷ്യം പിടിച്ചിട്ട് ഇവൾ അങ്ങ് ഡിവോഴ്സ് ചെയ്യും. എന്നിട്ട് ഡിവോഴ്സ് ചെയ്ത് ഇയാൾ എന്ത് ചെയ്യും, റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ടാറ്റ പറഞ്ഞിട്ട് അയാൾ അങ്ങ് ഫ്രാൻസിലേക്ക് പോകും. ഫ്രാൻസിലേക്ക് പോയി ടാറ്റ കൊടുത്തിട്ട് കേട്ടോ. ജോൺ ക്ലർക്ക് UK കാരൻ മാർട്ടിനസ് USA മാർട്ടിൽ പോകുന്നു. USA മാർട്ടിൽ പോകുന്നു. എന്തിനാണ് ഇവരിതൊക്കെ കിട്ടിയെന്ന് ചോദിച്ചാൽ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ആണ്. ഇപ്പൊ ക്വാണ്ടം വാങ്ങാനും ഈ പറയുന്ന വൈദ്യുത സർക്യൂട്ടിലെ മൈക്രോസ്കോപ്പ് വേണമെങ്കിൽ ഒരു മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പ് വാങ്ങാൻ ഏൽപ്പിച്ചു, ഒരു കോണ്ടവും വാങ്ങാൻ ഏൽപ്പിച്ചു എന്നാലോചിക്കുക കേട്ടോ. ഇയാൾ വാങ്ങുന്നില്ല. അപ്പൊ നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്താൽ ഫിസിക്സ് പഠിക്കാത്തവർക്ക് ഓർമ്മയുണ്ടാവും. കാരണം ഇതിന്റെ ഏത് മേഖലയെന്നാണ് ചോദിക്കും. അപ്പൊ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് കേട്ടോ. അപ്പൊ വൈദ്യുത സർക്യൂട്ടിലെ ഈ പറഞ്ഞ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്, ഊർജ ക്വാണ്ടൈസേഷനും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വിശദമായി ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, വലിപ്പമേറിയ സിസ്റ്റങ്ങളിലെ ക്വാണ്ടം സ്വഭാവം മുൻപ് അണുക്കൾ പോലുള്ള സൂക്ഷ്മ കണങ്ങളിൽ മാത്രം സാധ്യമെന്ന് കരുതിയിരുന്ന ക്വാണ്ടം പ്രതിഭാസങ്ങൾ കയ്യിലൊതുങ്ങാവുന്നത്ര വലിപ്പമുള്ള മാക്രോസ്കോപ്പിക് ഒരു വൈദ്യുത സർക്യൂട്ടിലും പ്രദർശിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇവർ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. തീർച്ചയായിട്ടും ഇതൊക്കെ ചോദ്യം വരാറുണ്ട്. പ്രിലിംസിന് എത്രത്തോളം വരുമെന്ന് അറിയില്ല. അപ്പൊ എനിവേ നമുക്ക് ഫിസിക്സ്, ഭൗതിക ശാസ്ത്രം നിങ്ങൾ ആലോചിക്കുക. ക്ലർക്ക്, മാർട്ട്, ഡിവോഴ്സ് ചെയ്ത് ഫ്രാൻസിൽ പോയി. ഇത് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, എന്നാൽ ഉള്ളതൊക്കെ പഠിക്കാം. നമുക്ക് നോക്കാം 60ാമത് ജ്ഞാനപീഠം പുരസ്കാരം, ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം. 60ാമത് ജ്ഞാനപീഠം, ഷുവർ ക്വസ്റ്റ്യൻ. തമിഴ്നാട്ടുകാരനായിട്ടുള്ള നോവലിസ്റ്റ് R വൈരമുത്തുവിനാണ് കിട്ടുന്നത്. തമിഴിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 3ാമത്തെ ആളാണ് വൈരമുത്തു. അപ്പൊ ഇതിനു മുമ്പ് അഖിലൻ ജയകാന്തൻ വൈരമുത്തു, അഖിലൻ ജയകാന്തൻ വൈരമുത്തു. എന്ത് രസണ്ട് പാടാൻ. അഖിലാണ്ട മണ്ഡല, അത് പന്തളത്തിന്റെ കവിത, NSSുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇത് അഖിലൻ ജയകാന്തൻ വൈരമുത്തു. ഞാനൊരു കൊതുകിനെ കൊന്ന, ആരും പേടിക്കണ്ട. അപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ കൊതുക് വരുന്നു. അപ്പൊ 59ാമത് ജ്ഞാനപീഠം ലഭിച്ചത് വിനോദ് കുമാർ ശുക്ല. മക്കളെ, ഇദ്ദേഹം അടുത്ത് മരണപ്പെട്ടു. അപ്പൊ വിനോദ് കുമാർ ശുക്ല 59ാമത് ജ്ഞാനപീഠം കിട്ടുന്നു. ഛത്തീസ്ഗഡുകാരനാണ്. ജ്ഞാനപീഠത്തിന്റെ തുക 11 ലക്ഷം രൂപയാണ്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ പരമോന്നത പുരസ്കാരമാണ്. R വൈരമുത്തു മറക്കണ്ട, തമിഴ്നാട്ടുകാരനാണ്. അങ്ങനെയാണെങ്കിൽ ജ്ഞാനപീഠം കിട്ടിയ മലയാളികൾ എല്ലാവർക്കും അറിയാം. അറിയാത്ത ആരുണ്ടാകുന്നത് എല്ലാ PSC പരീക്ഷയിലും സ്ഥിരം ചോദിക്കുന്നതാണ്. G ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, MT ONV അക്കിത്തം. മക്കളെ, 1965 G ശങ്കരക്കുറുപ്പിന് ഓടക്കോയിലിന് വേണ്ടി കിട്ടുന്നത്. 80 SK പൊറ്റക്കാട്. ഇതിന് കോഡൊക്കെ ഉണ്ട്. കോഡിന്റെ ആവശ്യമില്ല, കാരണം ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ചിത്രിക്കണം. 65 G ശങ്കരക്കുറുപ്പ് ഓടക്കോയില്, 80 SK പൊറ്റക്കാട്. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥയല്ല. തെരുവിന്റെ കഥ ചെറുതായ, തെരുവ് ചെറുതല്ലേ, അപ്പൊ ദേശം വലുതാലോചിക്കാം. അപ്പൊ ജ്ഞാനപീഠം ദേശത്തിന്റെ കഥ. 84 തകഴി ശിവശങ്കരപിള്ള. 84 അതിന് പ്രത്യേകിച്ച് കൃതിയൊന്നുമില്ല. പിന്നീട് അങ്ങോട്ട് കൃതിക്കല്ല, സമഗ്ര സംഭാവനയാണ്. 95 MT, 2007 ONV കുറുപ്പ്, 2019 അക്കിത്തം അച്യുതൻ നമ്പൂരി. ഗുരു ഗോപിനാഥ് നടനഗ്രാമം ഏർപ്പെടുത്തിയ ദേശീയ നാട്യ പുരസ്കാരം 2025 കിട്ടിയത് നാട്യ പുരസ്കാരം VP ധനഞ്ജയനും ശാന്ത ധനഞ്ജയനുമാണ്. മികച്ച മലയാളം നോവലിനുള്ള 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത് N പ്രഭാകരനാണ്. മികച്ച മലയാളം നോവലിനുള്ള 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് അർഹനായത് N പ്രഭാകരൻ. അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് N പ്രഭാകരൻ. അദ്ദേഹത്തിന്റെ കൃതി മായാ മനുഷ്യർ. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കിട്ടിയത് മേത്തിൽ രാധാകൃഷ്ണൻ. അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ്. 2024 സാറ ജോസഫ്, 25 മേത്തിൽ രാധാകൃഷ്ണൻ. 2025 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ സാഹിത്യ അവാർഡ് കിട്ടിയത്
അഖിൽ പി ധർമ്മജൻ. അദ്ദേഹത്തിന്റെ കൃതി റാം കെയർ ഓഫ് ആനന്ദി. 2025 മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ അവാർഡ് ലഭിച്ചത് അഖിൽ പി ധർമ്മജന്റെ കൃതി റാം കെയർ ഓഫ് ആനന്ദി. ആശാൻ മെമ്മോറിയൽ അസോസിയേഷന്റെ 2025 ആശാൻ കവിതാ പുരസ്കാരത്തിന് അർഹനായത് KV രാമകൃഷ്ണൻ. ആശാൻ രാമകൃഷ്ണൻ. നോക്കൂ, യുവ സാഹിത്യം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അഖിൽ പി ധർമ്മജൻ. നമുക്കൊക്കെ ഇഷ്ടമുള്ള അല്ലെ ഒരു പുസ്തകം ഈ അടുത്ത കാലത്ത് വലിയ ഹിറ്റായ റാം കെയർ ഓഫ് ആനന്ദി. അങ്ങനെയാണെങ്കിൽ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ അവാർഡ് കിട്ടിയത് ശ്രീജിത്ത് മൂത്തേട. മൂത്ത ആൾക്ക് ബാലസാഹിത്യ അവാർഡ്. ബാലസാഹിത്യ കുട്ടികളല്ലേ, അപ്പൊ ആലോചിക്കുക, മൂത്തേടത്തിന് ബാലസാഹിത്യം. ശ്രീജിത്ത് മൂത്തേട. അദ്ദേഹത്തിന്റെ കൃതി പെൻഗ്വിനുകളുടെ വൻകരയിൽ. സുകുമാർ അഴീക്കോട് ട്രസ്റ്റ് നൽകുന്ന സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി പുരസ്കാരത്തിന് അർഹരായത് മേധാ പട്കറും പെരുമാൾ മുരുകനുമാണ്. പഠിച്ചു വെക്കണം. സുകുമാർ അഴീക്കോട് ട്രസ്റ്റ് നൽകുന്ന സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി പുരസ്കാരം കിട്ടിയത് മേധാ പട്കറിനും പെരുമാൾ മുരുകനുമാണ്. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ട്രസ്റ്റിന്റെ 2026 അവാർഡ് കിട്ടുന്നത് ജോർജ് ഓണക്കൂറിനാണ്. അപ്പൊ ജന്മശതാബ്ദി പുരസ്കാരം കിട്ടിയത് കേന്ദ്രത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഒരു അവാർഡ് എന്ന രീതിയിൽ ചിന്തിക്കുക. അപ്പൊ മേധാ പട്കർ, പെരുമാൾ മുരുകന്. സുകുമാർ അഴീക്കോടിന്റെ 2026 അവാർഡ് കിട്ടിയത് ജോർജ് ഓണക്കൂറിന്. മലയാറ്റൂർ രാമകൃഷ്ണൻ സ്മരണാർത്ഥം മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 5ാമത് സാഹിത്യ അവാർഡ് KV മോഹൻകുമാറാണ്. അദ്ദേഹത്തിന്റെ ഉല എന്ന് പറയുന്ന കൃതിക്കാണ്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ 5ാമത് സാഹിത്യ അവാർഡ് കിട്ടുന്നത് KV മോഹൻകുമാർ. അദ്ദേഹത്തിന്റെ ഉല മറന്നു പോകണ്ട. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം കിട്ടുന്നു 2026 അരുന്ധതി റോയ്ക്ക്. ശ്രദ്ധിക്കണം, മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 5ാമത് അവാർഡ് KV മോഹൻകുമാർ. അല്ലെ, മലയിൽ പോകാൻ മോഹമാണ്. 5 കൊല്ലമായി മലയിൽ പോകാൻ ഭയങ്കര മോഹമാണ്. ഒലക്കയും കൊണ്ട് പോകണം. ആലോചിക്കുക കേട്ടോ. അല്ലെങ്കിൽ 5 മണിക്ക് ഒലക്ക ഇങ്ങനെ കൈ പിടിച്ചിട്ട് 5 മണിക്ക് മലയിൽ പോകാൻ ആഗ്രഹമുള്ളവരാരൊക്കെ ഒന്ന് പറഞ്ഞേ. ഉലക്ക കൈ പിടിച്ചിട്ട് 5 മണിക്ക് 5ാമത് ഉല. മോഹമുണ്ട് മോഹൻകുമാർ അല്ലെ മലയിൽ പോകാൻ. അങ്ങനെയാണെങ്കിൽ മലയാറ്റൂറിന്റെ പ്രഥമ സമഗ്ര സംഭാവന അരുന്ധതി റോയ്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരം കിട്ടിയത് നമുക്ക് 2022 കേട്ടോ. അപ്പൊ അത് സമുദ്രശിലയ്ക്കായിരുന്നു. 2025 കിട്ടുന്നത് അംബികാ സുധൻ മങ്ങാടിനാണ്. കേട്ടല്ലോ, അംബികാ സുധൻ മങ്ങാടിനാണ്. ഇത് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരമാണ്. ഇത് സമുദ്രശില എന്ന് പറഞ്ഞ കൃതിക്ക് സുഭാഷ് ചന്ദ്രൻ 2022 അപ്പൊ മറക്കണ്ട. അപ്പൊ 2022 അതിനുശേഷം 2023, 24, 25 ഇപ്പൊ 26 ആർക്ക് കിട്ടുന്നത് KV മോഹൻകുമാർ ഉല. മറക്കണ്ട 5. അപ്പൊ അതിന് മുമ്പുള്ള 4 അവിടെ കൊടുത്തിട്ടുണ്ട്. 4 പഠിക്കാം. അപ്പൊ ഇനി മലയാറ്റൂരിന്റെ പേരിൽ അടുത്തൊരു കാറ്റഗറി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും. മലയാറ്റൂരിന്റെ ഒരു കാറ്റഗറി മലയാറ്റൂരിന്റെ സാഹിത്യ പുരസ്കാരം നമ്മൾ പഠിച്ചു, KV മോഹൻകുമാർ ഉല. മറ്റൊരു പുരസ്കാരം മലയാറ്റൂരിന്റെ പേരിൽ ആദ്യമായിട്ട് ഇക്കൊല്ലം കൊടുക്കുന്നു, പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം. അത് അരുന്ധതി റോയ്ക്ക് കിട്ടുന്നു. ഓക്കെ ആണല്ലോ. ഒന്ന് KV മോഹൻകുമാർ, ഒന്ന് അരുന്ധതി റോയ്. മറ്റൊന്ന് മലയാറ്റൂരിന്റെ 2025 18ാമത് പുരസ്കാരം. ഇത് ഞാൻ 3ാമത്തെ സ്റ്റാർ ഇടുന്നു. ഇത് ഈ സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ. ഈ സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ. ഇതിന് വയലാർ അവാർഡ് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തെറ്റിപ്പോണ്ട, സോറി. നമ്മുടെ മലയാറ്റൂറിന്റെ 18ാമത് അവാർഡ്. അപ്പൊ 18 പടി കയറിയിട്ട് മലയിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന തപോമയി അച്ഛനെയും കൂട്ടി ശബരിമലയ്ക്ക് പോകാൻ ആലോചിക്കാം. 18 പടി കയറി അവിടെ എത്തുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. തപോമയി അച്ഛനെയും കൂട്ടി പോകുമ്പോൾ 18 പടി കയറുമ്പോൾ മലയാറ്റൂർ അല്ലെ, മലയാറ്റൂർ ട്രസ്റ്റിന്റെ 18ാമത് പുരസ്കാരം ഈ സന്തോഷ് കുമാർ തപോമയുടെ അച്ഛൻ. അതിനുശേഷം അവൾ വയലിൽ പോയിരിക്കുകയാണ് ചെയ്യും, വയലാർ അവാർഡ്. മലയാറ്റൂർ 18 പടി കയറി അവിടെ സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ തപോമയുടെ അച്ഛനെ കൂട്ടി അവള് പിന്നെ വയലിൽ പോയിരിക്കുക. നമുക്ക് വയലാർ അവാർഡ് പറയാം. അപ്പോൾ അതൊരു അവാർഡ്. മറ്റൊന്ന് മലയാറ്റൂറിന്റെ പേരിലുള്ള സാഹിത്യ പുരസ്കാരം 5ാമത്തത് KV മോഹൻകുമാറിന്റെ ഉലയ്ക്ക്. ആദ്യം കിട്ടുന്നത് സമുദ്രശിലയ്ക്കായിരുന്നു, സുഭാഷ് ചന്ദ്രന്റെ. പിന്നെ ഇക്കൊല്ലം തുടങ്ങിയ പുതിയൊരു അവാർഡാണ് മലയാറ്റൂരിന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം. അത് അരുന്ധതി റോയ്ക്ക്. മലയാറ്റൂർ സെറ്റല്ലേ, കൺഫ്യൂഷൻ ആവരുതേ. 2025 55ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ്. ഓടക്കുഴൽ എന്ന് കേൾക്കുമ്പോൾ രാജഗോപാൽ. EP രാജഗോപാലിന്റെ ഉൾക്കഥ. EP രാജഗോപാൽ 1 മാർക്ക്. ഓടക്കുഴൽ EP PP എന്നൊക്കെ വിളിക്കില്ല. EP ഓടക്കുഴലൂടെ ഞാൻ അങ്ങനത്തെ ഒരു സൗണ്ട് അല്ലേ. ഞാനിപ്പം വായിൽ പുണ്ണായോണ്ട് എനിക്ക്
സൗണ്ട് ഇടാൻ പറ്റില്ല. എന്നാലും ഓടക്കുയിലെ വിളി പി പി ഇ പി, ആ രാജഗോപാൽ കേട്ടോ. ഇ പി ഉള്ളുന്ന് ഇങ്ങനെ വരണം, ഒരു കഥ പറയുന്ന പോലെ. ഓടക്കുഴൽ ഉള്ളുന്ന് ഉൾക്കഥ, ഇ പി ഉൾക്കഥ ഓടക്കുഴൽ. 24 കെ അരവിന്ദാക്ഷനായിരുന്നു ഗോപ. ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ ബാലശാസ്ത്ര സാഹിത്യ വിഭാഗത്തിലുള്ള പുരസ്കാരം നേടിയത് പ്രദീപ് ഓർക്കാട്രിയാണ്. പുല്ലരി മധുരം മുത്താറി മുതൽ മലഞ്ചാമ വരെ അല്ലെ? യെസ്. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണ് 2025 സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരം. NS മാധവനാണ് 2025 സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരം. NS മാധവന് നിയമസഭയും എഴുത്തച്ഛൻ പുരസ്കാരം കഴിഞ്ഞ വർഷത്തിന് മുമ്പിൽ 2024 അതും നമ്മുടെ NS മാധവനാണ്. ഹിഗിറ്റ, നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ വിശദമായ കൃതികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ. അപ്പൊ സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരം NS മാധവൻ, 2024 എഴുത്തച്ഛൻ NS മാധവൻ. അങ്ങനെയാണെങ്കിൽ 25 എഴുത്തച്ഛൻ ആർക്കാണ്? KG ശങ്കരപ്പിള്ള. മക്കളെ, നമ്മൾ KGയിലെ മക്കളെയല്ലേ എഴുത്തിനിരുത്താറ്? ആണ്. ആലോചിച്ച് വെക്കുക. KG ശങ്കരപ്പിള്ളയാണ് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. LKG പഠിക്കുമ്പോൾ എഴുത്തച്ഛൻ. നിയമസഭാ സാഹിത്യ പുരസ്കാരം NS മാധവന് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. 2022 ഇത് തുടങ്ങുന്നത് കേട്ടോ. നിയമസഭാ സാഹിത്യ പുരസ്കാരം T പത്മനാഭനാണ് ആദ്യം കിട്ടുന്നത്. പിന്നീട് MT വാസുദേവനാർക്ക് കിട്ടുന്നു, M മുകുന്ദന് കിട്ടുന്നു, NS മാധവന് കിട്ടുന്നു. ഓക്കെയുള്ള 4ാമത്തെ ആളാണ് NS മാധവൻ നിയമസഭാ സാഹിത്യ പുരസ്കാരം. ഇനി എഴുത്തച്ഛനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ 1993 എഴുത്തച്ഛൻ അവാർഡ് ആദ്യമായി നൽകി തുടങ്ങുന്നത്. മകളെ, എഴുത്തച്ഛൻ അവാർഡ് ആദ്യം കിട്ടിയത് ഒരു അച്ഛനായിരുന്നു. എഴുത്തച്ഛൻ കേൾക്കും അച്ഛൻ, ശൂരനായ അച്ഛൻ. എഴുത്തച്ഛൻ 1993 ശൂരനാട് കുഞ്ഞമ്പിള്ളക്ക് 93 എഴുത്തച്ഛൻ അവാർഡ്. നിലവില് KG ശങ്കരപ്പിള്ള 2025 എഴുത്തച്ഛൻ അവാർഡ്. കിട്ടുമല്ലോ? കിട്ടണം. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളോട്, വള്ളത്തോൾ അവാർഡ് ആദ്യം കിട്ടിയത്, വെള്ളം പാലത്തിന്റെ ചോട്ടിൽ കൂടി പോകാന്നൊക്കെ പറഞ്ഞിരുന്നു, വർഷം എഴുത്തച്ഛനേക്കാളും മുമ്പാണ്, 2 കൊല്ലം മുമ്പ്. നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് എത്ര പേർക്ക് ഓർമ്മയുണ്ട് നോക്കട്ടെ. വള്ളത്തോൾ അവാർഡ് എന്നാണ് തുടങ്ങിയത്. വയലാർ നമുക്ക് പറയാം 1977 വയലാർ. ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, നോക്കൂ, അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ അവാർഡാണ് സരസ്വതി സമ്മാൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 35ാമത് സരസ്വതി രാംകുമാർ മുഖോപാധ്യായ കേട്ടോ. അദ്ദേഹത്തിന്റെ ഈ സരസ്വതി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആലോചിക്കുക, ഹരപാർവതി കഥ. 33ാമത് കിട്ടിയത് നമ്മുടെ മലയാളിയായ പ്രഭാവർമ്മയ്ക്കായിരുന്നു കേട്ടോ, കഴിഞ്ഞതിന് മുമ്പിലത്തെ പ്രാവശ്യം. രൗദ്ര സ്വാത്വികം എന്ന കൃതിക്ക് 2026 കടമ്മനിട്ട പുരസ്കാരം, കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം കിട്ടിയത് ഏഴാച്ചേരി രാമചന്ദ്രൻ. 7 ദിവസവും കടം പറയുന്ന ചില വിദ്വാന്മാരുണ്ട്. എത്ര കടം വാങ്ങിയിട്ടുണ്ടോ അറിയോ? കടം ഇങ്ങനെ പറയും, അങ്ങനെ വാങ്ങി നല്ല സംഖ്യയായി. നോക്കൂ, 55,555 ഉറുപ്പ്യ കടം വാങ്ങിയ 7 ദിവസം പിന്നെ നമ്മള് മാശിട്ട് നോക്കി അവനെ കാണൂല. 7 ദിവസവും കാണൂല കേട്ടോ. രാമചന്ദ്രന്മാരെ പോലെയൊക്കെ ആണെങ്കിലും 7 ദിവസം കാണൂല. ഏഴാച്ചേരി രാമചന്ദ്രൻ. കവയത്രി സുഗതകുമാരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ 2026 സുഗതകുമാരി സംസ്ഥാന പുരസ്കാരം കിട്ടിയത് പ്രഭാവർമ്മയ്ക്കാണ്. അദ്ദേഹത്തിന്റെ രൗദ്ര സാത്വികം. നമ്മൾ പറഞ്ഞു 33ാമത് സരസ്വതി സമ്മാനം കിട്ടിയ പ്രഭാവർമ്മയുടെ രൗദ്ര സാത്വികത്തിന് സുഗതകുമാരി സംസ്ഥാന പുരസ്കാരം കിട്ടുന്നു. 2025 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. MT വാസുദേവൻ നായർ ജീവചരിത്രം എഴുതിയ K ശ്രീകുമാറിനെ 2025 ഫെഡറൽ ബാങ്കിൽ MTയുടെ പേരിൽ കൃതി എഴുതിയ ഒരു കുമാരനെ കിട്ടി. ആലോചിക്കാം, കഴിഞ്ഞ കൊല്ലത്തെ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം കിട്ടിയത് MTയുടെ പേരിൽ ഒരു കൃതി എഴുതിയ ഒരു കുമാരന്, ശ്രീകുമാർ MT വാസുദേവൻ നായർ ജീവചരിത്രം. P പത്മരാജൻ പുരസ്കാരമാണ് എടുത്തത്. 35ാമത് സരസ്വതി പോലെ 35ാമത് P പത്മരാജൻ പുരസ്കാരം കിട്ടിയ നോവൽ ഒഴുകാതെ ഒരു പുഴ. പത്മരാജൻ മാഷ്, പപ്പേട്ടന്റെ അല്ലെ സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ഓർമ്മകളാണ്. അപ്പൊ ഒരു പുഴ, ഒഴുകാതെ ഒരു പുഴ, ചന്ദ്രമതിയുടെ കേട്ടോ. മേഡത്തിന്റെ ഫോട്ടോ കൂടെ ഉണ്ട്, ചന്ദ്രമതിയുടെ ഒഴുകാതെ ഒരു പുഴ. ഇനി നോവലാണത്. അങ്ങനെയാണെങ്കിൽ ചെറുകഥ അരപ്പാതിരിയാണ്. അത് എഴുതിയത് ഷനോജ് R ചന്ദ്രനാണ്. മികച്ച സംവിധായകനായിട്ട് പത്മരാജൻ പുരസ്കാരം കിട്ടിയത് ദിൻജിത്ത് അയ്യത്താൻ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഫിലിം ക്രിട്ടിക്സ് അവാർഡ് അല്ലെ, മികച്ച സിനിമയായിട്ട് വന്നത് ഏതായിരുന്നു? എക്കോ ആയിരുന്നു, ദിൻജിത്ത് അയ്യത്താൻ. അപ്പൊ ഇദ്ദേഹത്തിന് പത്മരാജൻ പുരസ്കാരം കിട്ടി. യൂസഫ് അലി കച്ചേരി മ്യൂസിക് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തി 2026 മഹാപ്രതിഭാ പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവും സംവിധായകരും തിരക്കഥാകൃത്തുമായ വ്യക്തിയാണ് ശ്രീകുമാരൻ തമ്പി സാർ. യൂസഫ് അലി കച്ചേരിയുടെ പേരിലുള്ള ഒരു മഹാപ്രതിഭാ പുരസ്കാരം കിട്ടിയത്. നല്ല ഗാനരചയിതാവായിരുന്നു യൂസഫ് അലി കച്ചേരി. ഇപ്പൊ നിലവിൽ ജീവിച്ചിരിക്കുന്നതിനെ വെച്ച് ഏറ്റവും മഹാനായ ഒരു ഗാനരചയിതാവാണ് ശ്രീകുമാരൻ തമ്പി സാർ. 2025 8ാമത് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയസ് അവാർഡിന് അർഹയായത്
ടെസി തോമസ് ആണെന്ന കാര്യം മറക്കണ്ട. സാഹിത്യ കലാ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിയമസഭാ പുരസ്കാരം കിട്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ട് NS മാധവൻ ഒരിക്കൽ കൂടി പറയാം. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥയ്ക്കുള്ള 2025 ഏഷ്യൻ പ്രൈസ് കിട്ടിയത് അഞ്ജന മേനോന്റെ റോസമ്മാസ് ബോയ്. ഏഷ്യൻ ഗ്രൂപ്പ് ഓഫ് ലിറ്ററേച്ചർ ഏർപ്പെടുത്തിയ ചെറുകഥ ഏഷ്യൻ പ്രൈസ് ലഭിച്ചത് അഞ്ജന മേനോന്റെ റോസമ്മാസ് ബോയ്. നമ്മൾ നേരത്തെ യൂസഫ് അലി കച്ചേരി സാറിന്റെ പേരിൽ ഒരു അവാർഡ് ശ്രീകുമാർ തമ്പി സാറിന് പറഞ്ഞതുകൊണ്ട് ആലോചിക്കുക. ആദിശങ്കര ട്രസ്റ്റിന്റെ 2025 ശ്രീ ശങ്കര പുരസ്കാരം കിട്ടിയത് ശ്രീ ശങ്കര ശ്രീകുമാരൻ തമ്പി സാർ. മാധ്യമരംഗത്തെ മികവിനുള്ള ഏറ്റവും ഉയർന്ന പുരസ്കാരം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, പുലിസ്റ്റർ അവാർഡ്. പുലിസ്റ്റർ സമ്മാനം ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റാർ ഇട്ട് വെക്കാം. കിട്ടിയ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരാണ് ആനന്ദും സുപർണ ശർമ്മയും. കേട്ടല്ലോ, സൂപ്പറാണ്, ആനന്ദമാണ്. ഏത് നമ്മുടെ ചാനലിലൊക്കെ ഉള്ള അല്ലെങ്കിൽ മീഡിയയിലൊക്കെ ഉള്ള പത്രങ്ങളിലൊക്കെ ഉള്ള മാധ്യമ പ്രവർത്തകരെ കുറിച്ച് ആലോചിക്കുക. അവര് സൂപ്പറാണ്, അവർ നല്ല ആനന്ദത്തോടു കൂടി സംസാരിക്കുന്നവരാണ്. അവർക്ക് പുലിസ്റ്റർ അവാർഡ് കിട്ടുമ്പോൾ സൂപ്പറാണ്, ആനന്ദത്തോട് സംസാരിക്കും. സുപർണ, ആനന്ദ് RK, പുലിസ്റ്റർ അല്ലെങ്കിൽ പുലിയെ കണ്ടപ്പോൾ സൂപ്പർ ആനന്ദം വന്നുപോയി. പുലിയെ കണ്ടപ്പോൾ സൂപ്പറായി, ആനന്ദം വന്നുപോയി എന്ന് ആലോചിക്കാം. MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരം കിട്ടിയത് സുനിത കൃഷ്ണനാണ്. MP വീരേന്ദ്രകുമാർ ദേശീയ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? സുനിത കൃഷ്ണനാണ്. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം തകഴി സേതുവിനാണ്. ശിവഗിരി മഠത്തിന്റെ ശതാബ്ദി സമ്മേളനത്തിന് വേദിയായ സ്ഥലം ഇവിടെ കൊടുത്തിരുന്നു, അത് ഞാൻ മാറ്റിയിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ കേട്ടോ. ഇതെന്താണ് ചോദിച്ചത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഓപ്ഷൻ മംഗലാപുരം, ഓപ്ഷൻ B ബാംഗ്ലൂർ, ഓപ്ഷൻ C ചെന്നൈ, ഓപ്ഷൻ D വർക്കല. കേട്ടോ, ശിവഗിരി മഠത്തിന്റെ ശതാബ്ദി സമ്മേളനത്തിന് വേദിയായ സ്ഥലം. ഇത് നമ്മുടെ മറ്റൊരു PDF ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉൾപ്പെട്ടു പോയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ 2024 പ്രഥമ മാർഗി സതി സ്മൃതി പുരസ്കാരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇക്കൊല്ലാണ് പ്രഖ്യാപിച്ചത്. 26 പ്രഥമ മാർഗി സതി പുരസ്കാരം കിട്ടിയത് കലാമണ്ഡലം ഗോപി ആശാനാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ എല്ലാ പുരസ്കാരങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുക കേട്ടോ. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ദേശീയ ഫ്ലോറസ് നൈറ്റിംഗേൽ പുരസ്കാരം കിട്ടിയ മലയാളികൾ PV ലിസമ്മ, ദീപ ബിജു, VS മഞ്ജുമോൾ. ഒന്ന് വായിച്ചു പോവുക. ഇനി ഏറ്റവും അപ്രധാനപ്പെട്ട അവാർഡ് 2026 വർഷത്തെ ഹരിവരാസനം. ഹരിവരാസനം എന്ന് കേൾക്കുമ്പോൾ തിരുവിഴ ജയശങ്കർ. ഇദ്ദേഹം നാദസ്വര വിദ്വാനാണ്. നാഗസ്വരം എന്നൊക്കെ പറയട്ടോ, നാഗസ്വര വിദ്വാൻ അല്ലെങ്കിൽ നാദസ്വര വിദ്വാൻ. കേരള സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ്. 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമായിട്ട് 2012 ഇത് നൽകി തുടങ്ങുന്നത് ഹരിവരാസനം. ആ പാട്ട് കേട്ടാൽ നമുക്കറിയാം, ദാസേട്ടൻ. 2012 യേശുദാസനാണ് ആദ്യമായിട്ട് കിട്ടുന്നത്. അപ്പൊ മക്കളെ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ലേറ്റസ്റ്റ് ഹരിവരാസനം തിരുവിഴ ജയശങ്കർ. ഇനി ബാലസാഹിത്യ പുരസ്കാരങ്ങളാണ്. ഇതൊക്കെ കോണാക്കി മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2025 ബാലസാഹിത്യ പുരസ്കാരം. നേരത്തെ നമ്മളൊരു ബാലസാഹിത്യത്തിൽ ഇത് പറഞ്ഞിരുന്നു, ശ്രീജിത്തിന്റെ മൂത്തേടത്തിൽ കേന്ദ്രത്തിന്റെ അവാർഡ്. യെസ്. അപ്പൊ ബാലസാഹിത്യ പുരസ്കാരത്തിൽ കഥ ശ്രീജിത്ത് മൂത്തേടത്തിനാണ്. ഇത് സ്റ്റേറ്റിന്റെ ആണ്, നേരത്തെ പറഞ്ഞ കേന്ദ്രത്തിന്റെ ആണ്. ശ്രീജിത്ത് മൂത്തേടം, പെൻഗിനുകളുടെ വൻകര, PV ഷാജി കുമാറിന്റെ ജാനകി ഉണ്ടാക്കിയ കഥകൾ. വായിച്ചു നോക്കുക, നന്നായി പഠിക്കുക. കേട്ടല്ലോ, ഇതിനൊക്കെ കോഡും കഥയൊക്കെ ഉണ്ട്. കവിത എന്ന് കേൾക്കുമ്പോൾ രാവുണ്ണി മാവമ്മ, നല്ലൊരു കവിതയല്ലേ? രാവുണ്ണി മാവമ്മ, രാവുണ്ണി മാവമ്മ, രാവുണ്ണി മാവമ്മ. നാടകമോ? മുതലക്കെട്ട്. G ശ്രീകണ്ഠൻ, നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറല്ലേ 24 മുതലക്കെട്ട്, ഒരു നാടകം കളിക്കാറല്ലോ. ഇനി ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ, ഫിലിസ് ജോസഫ്. മലയാളത്തിന്റെ കവികൾ എന്ന കൃതിക്കാണ് ഈ ഒരു കാറ്റഗറി കിട്ടുന്നത്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ പ്രദീപ് ഓർക്കാട്ട്, അതും നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലെ? പുല്ലരി മുതൽ മുത്താറി മുതൽ മലഞ്ചാമ വരെ. ഇനി വൈജ്ഞാനിക എന്ന് പറയുമ്പോൾ ഫൈറോസ് ബീഗമാണ്. മേഡം, വീട്ടിലെത്തിയ വിരുന്നുകാർ എന്ന കൃതിക്ക് ഫൈറോസ് ബീഗം. അപ്പൊ ഇത് വിശദമായി നിങ്ങൾ വായിച്ചു നോക്കുക. PDF ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പുരസ്കാരമാണ് 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. അത് കിട്ടിയത് ബാനു മുഷ്താഖിനാണ്. അവരുടെ ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്ന കഥാ സമാഹാരത്തിനാണ് കിട്ടുന്നത്. ഹാർട്ട് ലാമ്പ്, ബാനു മുഷ്താഖ്, മറക്കണ്ട. 2026 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം കിട്ടിയത് തായ്വാൻ എഴുത്തുകാരിയായിട്ടുള്ള യാങ് ഷുവാങ്സി ആണ്. യാങ് ഷുവാങ്സി അവരുടെ തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിനാണ്. തായ്വാൻ ട്രാവലോഗ്, ഇത് പഠിക്കണം. തായ്വാൻ എഴുത്തുകാരി, തായ്വാൻ ട്രാവലോഗ്, യാങ് ഷുവാങ്സി. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ 2026 അക്ഷര പുരസ്കാരം U കുമാരൻ. കുമാരന്മാരായിരിക്കും, നമ്മൾ നന്നായിട്ട് അക്ഷരമൊക്കെ എഴുതണം കേട്ടോ. U
കെ കുമാരൻ, യു എന്ന് പറഞ്ഞത് സോറി, യു കെ കുമാരൻ. അക്ഷരമൊക്കെ പഠിച്ചിട്ട് കുമാരനാകുമ്പോൾ യു കെക്ക് പോകണം, യു കെ കുമാരൻ. തക്ഷൻ കുന്ന് സ്വരൂപമാണ് അദ്ദേഹത്തിന്റെ കൃതി. ഇത് ചോദിക്കും, തക്ഷൻ കുന്ന് സ്വരൂപം ആരുടെ കൃതിയാണ്? തക്ഷൻ കുന്ന് സ്വരൂപം യു കെ കുമാരൻ. 2025 ക്രോസ്വേർഡ് ബുക്ക് പ്രൈസ് പരിഭാഷ വിഭാഗത്തിൽ ജൂറി പുരസ്കാരം നേടിയ നോവലാണ് ദ ഡേ ദ എർത്ത് ബ്ലൂംഡ്. കേട്ടോ, ഇത് മൊഴി മാറ്റിയത് ജെ ദേവികയാണ്. നോക്കൂ, ഇതിന്റെ ഒരു മലയാളത്തിൽ നിലം പൂത്തുമലർന്ന നാൾ, മനോജ് കുറൂരിന്റെ കൃതിയാണ്. അപ്പൊ 2025 ക്രോസ്വേർഡ് ബുക്ക് പ്രൈസ് പരിഭാഷാ വിഭാഗത്തിലാണ്. നിലം പൂത്തുമലർന്ന നാൾ എന്ന കൃതി ദ ഡേ ദ എർത്ത് ബ്ലൂംഡ്, അതായത് ജെ ദേവികയാണ് അത് മൊഴി മാറ്റിയത്. ഓർത്ത് വെച്ചേക്ക്. കുട്ടികൾക്കുള്ള അവാർഡ് കിട്ടുന്നത് ഗ്രാൻഡ് പാസ് ബാഗ് ഓഫ് സ്റ്റോറീസ് എഴുതിയ സുധാമൂർത്തിക്കാണ്. ഗ്രാൻഡ് പാസ് ബാഗ് ഓഫ് സ്റ്റോറീസ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അവാർഡാണ് JC ഡാനിയൽ പുരസ്കാരം, ശാരദയ്ക്ക് കിട്ടുന്നു. ഇത് ലേറ്റസ്റ്റ് ആണ്, പക്ഷെ വർഷം നിങ്ങൾ നോക്കണം, 2024 JC ഡാനിയൽ. നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. കഴിഞ്ഞ ഒരു 6 മാസമായി PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. സ്റ്റേറ്റ് നൽകുന്ന സിനിമയിലെ ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് JC ഡാനിയൽ. എന്നാൽ കേന്ദ്ര സർക്കാർ നൽകുന്ന സിനിമാ മേഖലയിലെ പരമോന്നത പുരസ്കാരമാണ് എന്ത്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ലാലേട്ടനാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത്. പക്ഷെ അദ്ദേഹത്തിന് ഏത് വർഷം നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾ ഈ വർഷം പഠിച്ചു അല്ലെങ്കിൽ ഈ വർഷം പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കില്ല, അത് ഏത് വർഷത്തെ ആ നിങ്ങൾ പഠിക്കുക, പറയാം. 2022, 23, 24, 25 4 വർഷം ഞാൻ ഓപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാം. ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത്, അത് തെറ്റിക്കാത്ത വർഷം കമന്റ് ചെയ്യണം. 2024 JC ഡാനിയലാണ് ശാരദയ്ക്ക്. കഴിഞ്ഞ ഒരു 6 മാസം ലാലേട്ടന് ക്വസ്റ്റ്യൻ സ്ഥിരം വരുന്നതാണ്. 92 പ്രഥമ പുരസ്കാരം TE വാസുദേവനാണ് കിട്ടുന്നത്. ആലോചിച്ച് നോക്കി. 2012 ഹരിവരാസനം പുരസ്കാരം കിട്ടിയത് യേശുദാസനാണെങ്കിൽ 1992 JC ഡാനിയൽ ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നത് TE വാസുദേവൻ. 23 ഷാജിയൻ കരുണ് കിട്ടിയിരുന്നു. ശാരദാമ്മ എന്ന് പറഞ്ഞാല് മലയാള സിനിമയുടെ ദുഃഖപുത്രി എന്ന പേര് ചാർത്തി കൊടുത്ത നായികയാണ്. ഇവരുടെ ആദ്യ മലയാള സിനിമ ഇണപ്രാവുകളാണ്. ശാരദയ്ക്ക് ഉർവശി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആ അവാർഡ് ലഭിച്ച സിനിമകളൊക്കെ 68 തുലാഭാരം, ആ സിനിമയുടെ സംവിധായകൻ വിൻസെന്റ് ആയിരുന്നു. സ്വയംവരത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയായിരുന്നു 72. തെലുങ്ക് ചിത്രമായ നിമഞ്ജനത്തിനും അവാർഡ് കിട്ടിയിട്ടുണ്ട്. 96 മുതൽ 98 വരെ ഇവര് ആന്ധ്രാപ്രദേശിലെ തെന്നാലി എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നുള്ള ലോകസഭ അംഗമായിരുന്നു. 49ാമത് വയലാർ അവാർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എഴുത്തച്ഛൻ അവാർഡ് 2025 പഠിച്ചു അല്ലെ? KG ശങ്കരപ്പിള്ള പഠിച്ചു. ശങ്കരപ്പിള്ള KG എഴുത്തിനെഴുത്തും. അപ്പൊ വയലാർ 49 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. 18ാമത് മലയാറ്റൂർ അവാർഡ് കിട്ടിയത് തപോമയുടെ അച്ഛൻ E സന്തോഷ് കുമാർ അല്ലെ? 18 പടി കയറി മലയിലെത്തുന്നു. അപ്പൊ പിന്നീട് വയലിലേക്ക് പോകുന്നു പറഞ്ഞു. വയലാർ 49 വയലാർ E സന്തോഷ് കുമാർ. 48ാമത് വയലാർ അശോകൻ ചെരുവിൽ. 48ാമത് വയലാർ അശോകൻ ചെരുവിൽ. തകഴി സാഹിത്യ പുരസ്കാരം കിട്ടുന്നു KP സുധീരൻ 2025. 2025 ONV സാഹിത്യ പുരസ്കാരം കിട്ടുന്നു പ്രഭാവർമ്മ. തകഴി, KP സുധീര, ONV, പ്രഭാവർമ്മ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 18ാമത്, മലയാറ്റൂരിന്റെ 18ാമത് തപോമയുടെ അച്ഛൻ E സന്തോഷ് കുമാർ ആണെങ്കിൽ ബഷീറിന്റെ 18ാമത് അവാർഡ് കിട്ടുന്നത് ഹരീഷിന്റെ പട്ടുനൂൽ പുഴു. വാത്തമ്മേന്റെ അടക്കല്ല, അതുകൊണ്ട് പട്ടുനൂൽ പുഴുവിന്റെ എന്ന നോവലിന് ഹരീഷിന്. നോക്കൂ, 17ാമത് അവാർഡ് കിട്ടിയത് ബഷീറിന്റെ പേരുള്ളത് PN ഗോപികൃഷ്ണൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൃതി കവിത മാംസഭോജിയാണ്. ഈ കൃതികളൊക്കെ പഠിക്കണേ. ഹരീഷിന്റെ മറ്റു കൃതികൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, പിറകെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. മീശ ഹരീഷിന്റെ കൃതിയാണല്ലോ. പട്ടുനൂൽ പുഴു പഠിച്ചല്ലോ. ഓഗസ്റ്റ് 17 മീശ വിരിച്ചപ്പോൾ അല്ലെ, അപ്പൻ ഓഗസ്റ്റ് 17 മീശ വിരിച്ചപ്പോൾ ആ മീശയുടെ മുകളിൽ കൂടെ ഒരു പട്ടുനൂല് പോലുള്ള ഒരു പുഴു ഇങ്ങനെ എഞ്ഞു പോകുന്ന കണ്ടു നിങ്ങള്. അവർ അച്ഛ അല്ലെ അപ്പ മീശയിൽ ഒരു പുഴുണ്ട് അപ്പ. ഓഗസ്റ്റ് 17-ാം തീയതി അപ്പൻ ഇങ്ങനെ മീശ വിരിച്ചപ്പോൾ ഒരു പട്ടുനൂൽ പുഴു ഇങ്ങനെ എഞ്ഞു പോകുന്ന നിങ്ങൾ കണ്ടു. മഹാകവി P സ്മാരക ട്രസ്റ്റിന്റെ 29ാമത് P സ്മാരക കവിതാ പുരസ്കാരം PP ശ്രീധരൻ ഉണ്ണിക്കാണ്. യക്ഷികളുടെ പരിണാമം P പുരസ്കാരം. P പുരസ്കാരം. യക്ഷിയെ കാണുമ്പോൾ P കവിതാ സ്മാരക പുരസ്കാരം. P യക്ഷി. നിങ്ങൾ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. PP ശ്രീധരൻ ഉണ്ണി. ONV സാഹിത്യ പുരസ്കാരം കിട്ടുന്നത് 2026. നേരത്തെ ശ്രദ്ധിക്കണേ, നേരത്തെ നമ്മൾ പഠിച്ചത് 2025 ONV പ്രഭാവർമ്മയാണെങ്കിൽ 2026 ONV കിട്ടുന്നു M മുകുന്ദൻ. ഇമ്പോർട്ടന്റ് ആണ്. 2026 ONV M മുകുന്ദൻ. ഭാരത് ഭവനും വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി, ഇത് മെയിൻ വയലാർ അവാർഡല്ല കേട്ടോ, അവർ സംയുക്തമായി ഏർപ്പെടുത്തിയ കൃഷ്ണാഞ്ജലി പുരസ്കാരം കിട്ടിയത് മധുസാറിനാണ്. ഉള്ളൂർ അവാർഡ്, ഒരുപാട് അവാർഡുകളായി. ഉള്ളൂർ അവാർഡ് കിട്ടുന്നു TP വേണുഗോപാൽ.
TP വേണുഗോപാൽ. ആലോചിക്കാം, TP വേണുഗോപാൽ അദ്ദേഹത്തിന്റെ തുന്നൽക്കാരൻ. ശരിക്കും ഉള്ളിൽ എന്താണുള്ളത് നോക്കാം, നമ്മൾ ഉള്ളിലുള്ള നമ്മൾ തുന്നിയാക്കും അല്ലെ. വേണുഗോപാൽ എന്ത് ചെയ്യുന്നു? വേണുഗോപാൽ ഡോക്ടറുണ്ട്, മുമ്പ് നമ്മുടെ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത്. അപ്പൊ ആലോചിക്കേ, അപ്പൊ ഇവിടെ തുന്നൽക്കാരനാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റേ പുരസ്കാരം കിട്ടിയത് TV ചന്ദ്രനാണ്. JC ഡാനിയൽ പുരസ്കാരം ജേതാവാണ് ഇദ്ദേഹം. നൃത്ത കലാനിധി പുരസ്കാരം കിട്ടിയത് ഊർമിള സത്യനാരായണനാണ് കേട്ടോ. തുന്നൽക്കാർ എന്ന് പറഞ്ഞ കൃതിയെ കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു കുറച്ച് സംസ്ഥാന കലാപുരസ്കാരങ്ങളിൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കണം PDF-നകത്ത് കേട്ടല്ലോ. ഉള്ളൂർ അവാർഡ് PP ശ്രീധരനുണ്ണി, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഇനിയും കുറച്ച് അധികം അവാർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കൂട്ടുകാർ വായിച്ചു നോക്കുക. കുമാരനാശാന്റെ പേരിലുള്ള ദേശീയ കവി പുരസ്കാരം സീതാകാന്ത മഹാപാത്രയാണ് കേട്ടല്ലോ. സീതാകാന്ത മഹാപാത്ര. ഇനിയും അവാർഡുകൾ ഒരുപാടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. ഫിഫയുടെ ദ ബെസ്റ്റ് പുരസ്കാരം PYക്ക് ചോദിച്ചു. ഫ്രാൻസിന്റെ ഉസ്മാൻ ഡംബാലയാണ് ബെസ്റ്റ്, കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് പുരസ്കാരം ഫിഫയുടെ. വനിത ചോദിച്ചാൽ ഐറ്റന ബോൺമാറ്റിയാണ്. പുരുഷ പരിശീലകൻ ചോദിച്ചാൽ ലൂയിസ് എൻറിക്കയാണ്. വനിതാ പരിശീലകൻ സെറീന വിഗ്മാൻ ആണ്. നമ്മുടെ ലോവർ സ്പോർട്സ് അവാർഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മുടെ കഴിഞ്ഞ 4 ക്ലാസ്സുകൾ മുഴുവനും കാണുക. അതിന്റെ പ്ലേലിസ്റ്റ് ഒറ്റ പ്ലേലിസ്റ്റ് ആണ് മുകളിൽ കൊടുക്കാം. അതിനകത്ത് ലോറസ് അവാർഡ് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ കൂട്ടുകാർക്ക് ഇതുവരെ എടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടോ. കറണ്ട് അഫയേഴ്സിന്റെ CS ഷുവർ ടോപ്പിക് 1ാമത്തെ ക്ലാസ് എടുത്തു. 2ാമത്തെ ക്ലാസ് കേന്ദ്ര മന്ത്രിസഭയാണ്, അത് പഠിക്കുക. 3ാമത്തെ ക്ലാസ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതുവരെ എടുത്ത ക്ലാസ്സുകളെല്ലാം നന്നായി പഠിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച ജോലിയിൽ എത്താൻ വേണ്ടി, ആ ഒരു സർക്കാർ ജോലി നേടാൻ വേണ്ടി കഴിയട്ടെ. കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഇഷ്ടപ്പെടൽ, അഭിപ്രായം, ലൈക്കും മറക്കരുത് കേട്ടോ. ബൈ, താങ്ക് യു.